RTV 24/7 വാർത്താ വാരാന്ത്യ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, കഴിഞ്ഞ ആഴ്ച വന്ന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, ഡോക്ടേഴ്സ് വോൺ എഗെയിൻസ്റ്റ് ഏർലി ഓൺസെറ്റ് ഓഫ് സീസണൽ ഫ്ലൂ വൈറസ്. ഗൾഫ് ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ വൈറസ് വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എല്ലാവരും എടുക്കണമെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, നമ്മൾ ഫ്ലൂ വാക്സിനേഷൻ എടുക്കാൻ കഴിവതും എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് എടുക്കുക, നല്ലതുപോലെ ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക, ഇമ്മ്യൂണിറ്റി കൂട്ടുക, ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽത്ത് അതോറിറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മാസ്ക് ധരിക്കുന്നതിനെക്കുറിച്ചും ഹെൽത്ത് അതോറിറ്റി വളരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ചുമയ്ക്കുമ്പോഴും കഫ് ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ കവർ ഉപയോഗിക്കണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാക്സിനേഷനോടൊപ്പം തന്നെ ഫ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുക, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കങ്ങളൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി ഹെൽത്ത് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനിമൽസുമായിട്ടുള്ള പല ആളുകളും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെറ്റ് അനിമൽസൊക്കെ ഉണ്ടല്ലോ, ഡോഗ്സ്, ക്യാറ്റ്സൊക്കെ ഉണ്ട്, കഴിവതും പെറ്റ്സുമായിട്ടുള്ള സമ്പർക്കം അവോയ്ഡ് ചെയ്യണം എന്ന് കൂടി ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. സ്പൈസി ഫുഡ് കഴിവതും ഒഴിവാക്കുക. തീർച്ചയായിട്ടും സ്മോക്കിങ്ങും ആൽക്കഹോളും കഴിവതും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു വൈറസ് ഫ്ലൂ ഒരുപക്ഷെ അതിൻ്റെ റിക്കവറി സ്റ്റേജ് ഒരുപാട് ദിവസം എടുക്കാൻ സാധ്യതയുള്ളതായിട്ട് ഹെൽത്ത് അതോറിറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെൽത്ത് അതോറിറ്റി നൽകിയിരിക്കുന്ന ഫ്ലൂ വൈറസിൻ്റെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു വാർത്ത, കേരള സെറ്റിംഗ് അപ്പ് NRK City ടു അട്രാക്ട് $10 billion ഇൻ ഗൾഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരപ്രദമായൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും പ്രവാസികളുടെ ജീവിതത്തിന് ഒരു നിർണായകമായൊരു വഴിത്തിരിവായിരിക്കും ഈ ഒരു വാർത്ത. NRK നോൺ റെസിഡൻസ് കേരളയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിറ്റി കേരള ഗവൺമെൻറ് രൂപീകരിക്കുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ഇത് തുടങ്ങുന്നത്. $100 billion അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗൾഫ് മലയാളികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു NRK സിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഗൾഫ് ന്യൂസിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 സ്റ്റേജുകളായിട്ടാണ് അതിനെ അവർ വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വലായിട്ട്, ഇപ്പം നമ്മുടെ ലാൻഡ് മേടിച്ചും അല്ലെങ്കിൽ ലക്ഷറിയസ് വീടുകളൊക്കെ വെച്ച് പലപ്പോഴും പ്രവാസികൾ അവരുടെ സമ്പാദ്യം പലപ്പോഴും ഉപയോഗമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം കേരളത്തിൻ്റെ ഈ NRK സിറ്റിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നിക്ഷേപിക്കുകയും അതൊരു സ്ഥിര വരുമാനമായിട്ട് നമ്മുടെ ഭാവി ജീവിതത്തിൽ ഒരു സ്ഥിര വരുമാനമായി കിട്ടത്തക്ക നിലയിലുള്ള ഒരു എന്ന നിലയിലും ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗവൺമെൻറ് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രവാസി കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു പദ്ധതി കൂടിയായിരിക്കും ഇത്. അതുപോലെ തന്നെ വലിയ ഗൾഫിലെ പല ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി നമ്മുടെ പ്രവാസി ബിസിനസ്സുകാരെ എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ഈ NRK സിറ്റിയിലൂടെ നടത്തി കേരളം ഒരു സമ്പൂർണ്ണ ഒരു വിജയത്തിലേക്ക്, ഒരു സാമ്പത്തിക വിജയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് NRK സിറ്റി. എല്ലാ മലയാളികളും നമ്മുടെ പ്രവാസികളും ഗവൺമെൻറ്റിൻ്റെ ഈ NRK സിറ്റിയുടെ ഈ പ്രോജക്റ്റിനെ പ്രോത്സാഹിപ്പിക്കണം.
നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു നിർണായകമായൊരു വഴിത്തിരിവായിരിക്കും NRK സിറ്റി. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. എല്ലാ പ്രവാസി മലയാളികളും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ ആഴ്ച വന്ന മറ്റൊരു വാർത്ത പ്രാധാന്യമുള്ളത്, ഇപ്പോഴേ ഈ ഹോളിഡേ എന്നത് എല്ലാ ഇന്ത്യൻസൊക്കെ പലപ്പോഴും യൂറോപ്പ് മറ്റു രാഷ്ട്രങ്ങളിലേക്കൊക്കെയാണ് ഹോളിഡേ ട്രിപ്പ് പോകാറുള്ളത്. അങ്ങനെ നമ്മളെ കുടുംബാംഗങ്ങൾ യൂറോപ്പിലേക്ക് ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ഷെങ്കൻ യൂറോപ്പ് കൺട്രീസിൽ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ഈ ഇയർലി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് പത്രക്കുറിപ്പിലൂടെ മനസ്സിലാക്കുന്നു. അതിന് വേണ്ടതായ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും തന്നെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി ഷെങ്കൻ വിസയ്ക്ക് വളരെ മുൻകൂറായി അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു ഹോളിഡേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് പോകാൻ കഴിയൂ എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് ഫിനാൻഷ്യൽ പ്രൂഫ്, ഫാമിലി ഡോക്യുമെൻറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് പ്രൂഫ്, UAE റെസിഡൻസ് വിസ, നമ്മുടെ ഫോട്ടോഗ്രാഫ്സ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് തുടങ്ങിയ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഷെങ്കൻ അതോറിറ്റിയുടെ യൂറോപ്പ് വിസയ്ക്ക് ഉള്ള ഷെങ്കൻ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള വിസ എടുക്കണം എന്ന് ആണ് നമ്മുടെ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും ഇതും ഒരു ശ്രദ്ധയോടുകൂടി ഈ വാർത്തയും കാണുക. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, UAEയിൽ നിന്ന് രേഖാചിത്രം വളരെ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലി നായകനായ ചിത്രം നല്ല അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കുടുംബമായി കാണാൻ പറ്റിയ ഒരു ചിത്രമാണ് രേഖാചിത്രം. മറ്റു വാരാന്ത്യ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.